മന്ത്രകർമ്മങ്ങളിലെ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു തെയ്യമാണ് ഉച്ചബലി. ഉച്ചബലിയെക്കുറിച്ചാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. തളിപ്പറമ്പ് പെരിഞ്ചല്ലൂർ ഗ്രാമത്തിൽപ്പെട്ട മഴൂർ ചെവിട്ടങ്കര പുളിയപ്പടമ്പ് ഇല്ലത്ത് ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം നടന്ന കളിയാട്ട മഹോത്സവത്തിലെ ഉച്ചബലി തെയ്യത്തിൻ്റെയും കാരാഗണങ്ങളുടെയും ഐതിഹ്യവും ദൃശ്യാവിഷ്കാരവുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. മലയർ സമുദായത്തിൽപ്പെട്ടവർ ചെയ്യുന്ന അതിപ്രാധാന്യം അർഹിക്കുന്ന കർമ്മങ്ങളിലൊന്നാണ് ഉച്ചബലി. സാധാരണ നട്ടുച്ചയ്ക്കാണ് ഈ ഒരു ബലികർമ്മം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ചടങ്ങിന് ഉച്ചബലി എന്ന പേര് വന്നത്. പണ്ടുകാലത്ത് നടന്ന നരബലിയുടെ പ്രതീകമായിട്ടാണ് ഈ ചടങ്ങ് നടത്തുന്നതെന്ന് ഇപ്പോഴും വിശ്വസിച്ചു പോരുന്നു. നരബലിക്ക് മുൻപേ എത്തുന്ന പിശാച് കോലങ്ങളുടെ പ്രതീകമായി ഉച്ചബലിക്കൊപ്പം കാരാഗണങ്ങൾ എന്ന പേരിൽ വേറെയും കോലങ്ങൾ കെട്ടിയാടുന്നു. തെയ്യത്തിനപ്പുറം മന്ത്രവാദ കർമ്മങ്ങൾക്കാണ് ഉച്ചബലി എന്ന ചടങ്ങ് ഏറെ പ്രാധാന്യം വഹിക്കുന്നത്. പഴയകാലത്ത് ഇല്ലങ്ങളിലും പ്രബല തറവാടുകളിലും കർക്കിടക മാസത്തിൽ നടത്തി വന്നിരുന്ന ദുർദേവത നിവാരണ കർമ്മമായിരുന്നു കണ്ണേറുപാട്ട്. അപൂർവം ചില തറവാട്ടുകാവുകളിൽ തെയ്യാട്ടത്തിന് മുന്നോടിയായി ഈ കണ്ണേറുപാട്ട് നടത്താറുണ്ട്. തറവാടിന് ബാധിച്ച നാവേറും കണ്ണേറും കൊട്ടിപ്പാടി ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ ഉച്ചനേരത്ത് തെയ്യമിറങ്ങും. ഉച്ചനേരത്ത് കൈത്തണ്ടയിൽ എഴുത്താണി കുത്തി രക്തം ചീറ്റിക്കുന്നതുകൊണ്ട് തെയ്യത്തെ ഉച്ചബലി തെയ്യം എന്ന് വിളിക്കുന്നു. ഈ ഉച്ചബലി തെയ്യത്തിൻ്റെ പിന്നാമ്പുറമായി വേറൊരു കഥ കൂടിയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു ബ്രാഹ്മണ തറവാട്ടിൽ കണ്ണേറുപാട്ട് എന്ന മന്ത്രകർമ്മം നടത്തി വരികയായിരുന്നു. കർമ്മം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ മന്ത്രവാദി അറിയാതെ തൻ്റെ മന്ത്രം തെറ്റായി ചൊല്ലുവാൻ ഇടയായി. ഇത് കേട്ട ഉടൻ തറവാട്ടിലെ നവവരൻ തെറ്റ് ചൂണ്ടിക്കാട്ടി ശകാരിക്കുവാൻ തുടങ്ങി. അവൻ്റെ ശകാരം കേട്ട മലയർ ഒന്നടങ്കം അത്ഭുതത്തോടെയും ആശങ്കയോടെയും നവവരനെ നോക്കി. കാരണം തങ്ങളുടെ മാത്രം വംശമന്ത്രം ചൂണ്ടിക്കാട്ടിയ അയാൾ ഒരു ബ്രാഹ്മണനല്ലെന്നും ഉച്ചേരിക്കുത്ത് മലയർ അടയാളമാണെന്നും അവർ വാദിച്ചു. ഉച്ചബലി അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോൾ എഴുത്താണി കൊണ്ട് കൈത്തണ്ടയിൽ കുത്തി രക്തം ചീറ്റിക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ രക്തം വരുന്നതിന് വേണ്ടി എഴുത്താണി കൊണ്ട് കുത്തുന്നതിനെയാണ് ഉച്ചേരിക്കുത്ത് എന്ന് പറയുന്നത്. ഈ ഒരു അടയാളമാണ് വേഷം മാറി വന്ന മലയനെ കുടുക്കുവാനുള്ള കാരണം. അങ്ങനെ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും അറിയുകയും തറവാട്ടുകാർന്നവർ ഈ വിവരം തമ്പുരാനെ അറിയിക്കുകയും ചെയ്തു. തമ്പുരാൻ മലയനെ കാവടിക്കാരനായി മുദ്രകുത്തപ്പെടുകയും ചതുർക്കടിക്കകത്ത് പ്രവേശിക്കുവാൻ പാടില്ലെന്ന് വിധി കൽപ്പിക്കുകയും ചെയ്തു. പണ്ടുകാലത്ത് നടന്ന നരബലിയെക്കുറിച്ച് മുൻഭാഗങ്ങളിൽ വിശേഷിപ്പിച്ചിരുന്നല്ലോ. അതിൻ്റെ ഭാഗമായുള്ള ഒരു ചടങ്ങായിട്ടാണ് ഉച്ചബലിയുടെ സമാപന സമയത്ത് ഉച്ചബലിയെ വാഴയിലയിൽ കിടത്തി വെള്ള പുതച്ച് തലയ്ക്കൽ തേങ്ങമുറിയിൽ തിരിയും വച്ച് നടത്തുന്ന ചടങ്ങ്. തുടർന്ന് ഉച്ചബലിയെയും കാരാഗണങ്ങളെയും പുഴയിൽ ഒഴുക്കിക്കളയുന്ന ചടങ്ങോടുകൂടി ഉച്ചബലി തെയ്യം സമാപിക്കുന്നു.
ശേഷമുള്ളതാകുന്ന കർമാദികൾക്ക് മുഖം കൊടുക്കട്ടോ.